ബാങ്കുകൾക്ക് ATM നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകിയതിനെ തുടർന്ന് ബാങ്കുകൾ ATM ചാർജ് വർദ്ധിപ്പിച്ചിരുന്നു. പ്രതിമാസ സൗജന്യ ഇടപാടുകൾക്ക് പുറമെയുള്ള ഇടപാടുകളുടെ നിരക്കുകളാണ് ബാങ്ക് പരിഷ്കരിച്ചിരുന്നത്. പ്രതിമാസ സൗജന്യ ATM ഇടപാട് പരിധി കഴിഞ്ഞുള്ള ഉപയോഗങ്ങൾക്ക് ഉപഭോക്താക്കളിൽ നിന്ന് പരമാവധി 23 രൂപ വരെയാണ് ഈടാക്കുന്നത്. നേരത്തെ ഈ പരിധി 21 രൂപയായിരുന്നു. മാറ്റങ്ങൾ എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾക്കും സഹകരണ ബാങ്കുകൾക്കും ബാധകമാണ്. ഒട്ടുമിക്ക എല്ലാ ബാങ്കുകളും നിലവിൽ പ്രതിമാസ സൗജന്യ ഇടപാടുകൾ സ്വന്തം ബാങ്ക് ATMകളിൽ നിന്ന് 5, മെട്രോ നഗരങ്ങളിലെ മറ്റ് ബാങ്ക് ATMകളിൽ നിന്ന് 3, മെട്രോ ഇതര നഗരങ്ങളിൽ 5 എന്നിങ്ങനെ നിജപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. HDFC ബാങ്കിൽ ATMകളിൽ പ്രതിമാസം 5 സൗജന്യ ഇടപാടുകൾ അനുവദിക്കുന്നു. പരിധി കഴിഞ്ഞാൽ ഓരോ അധിക പണം പിൻവലിക്കലിനും 23 രൂപ ഈടാക്കുന്നതാണ്. ബാലൻസ് പരിശോധിക്കൽ, മിനി സ്റ്റേറ്റ്മെന്റുകൾ, പിന്നുമാറ്റങ്ങൾ എന്നിവ പോലുള്ള സാമ്പത്തികേതര ഇടപാടുകൾ സൗജന്യമായി തന്നെ തുടരും. SBIയിൽ സേവിംഗ് അക്കൗണ്ട് ഉടമകൾക്ക് എല്ലാ മാസവും 5 സൗജന്യ ATM ഇടപാടുകൾ ലഭ്യമാകും. ശരാശരി പ്രതിമാസ ബാലൻസ് അനുസരിച്ച് മറ്റ് ബാങ്ക് ATMകളിൽ കൂടുതൽ സൗജന്യ ഇടപാടുകൾക്ക് അർഹതയുണ്ടാകും. 25,000 മുതൽ 1 ലക്ഷം വരെ അക്കൗണ്ട് ബാലൻസ് ഉള്ളവർക്ക് ബാങ്ക് ATMകളിൽ നിന്ന് 5 സൗജന്യ ഇടപാടുകൾ ലഭ്യമാകും. ബാലൻസ് 1 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ പരിധിയില്ലാതെ സൗജന്യ ഇടപാടുകൾ നടത്താൻ സാധിക്കും. ICICI ബാങ്കിൽ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ഇടപാടുകൾ ഉൾപ്പെടെ പ്രതിമാസം 5 സൗജന്യ ഇടപാടുകളാണ് ബാങ്ക് അനുവദിക്കുന്നത്. സൗജന്യ പരിധിക്ക് ശേഷം അധിക സാമ്പത്തിക ഇടപാടുകൾക്ക് ഉപഭോക്താക്കളിൽ നിന്ന് 21 രൂപയും GSTയും ഈടാക്കും. ബാലൻസ് എൻക്വയറി പോലുള്ള സാമ്പത്തികേതര ഇടപാടുകൾക്ക് ഓരോ ഇടപാടിനും 8.50 രൂപയും GSTയുമാണ് ഈടാക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ സൗജന്യ പരിധികൾ തീർന്നതിന് ശേഷമുള്ള മറ്റ് ബാങ്കുകളുടെ ATM ഉപയോഗങ്ങൾക്ക് 23 രൂപയും സാമ്പത്തികേതര ഇടപാടുകൾക്ക് 11 രൂപയും ഈടാക്കും. കൂടാതെ GSTയും ബാധകമാണ്.